സമൃദ്ധിയുടെ മനസ്സ് പൂർണ്ണമായും അറിയാതെ ഒന്നും വേണ്ടായിരുന്നു. എന്തോ കാര്യമായിട്ടുള്ള ചിന്തയിലാണല്ലോ. ഒന്നുമില്ല. നോണൊന്നും പറയണ്ട, എനിക്കറിയാം. അമ്പലത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളല്ലേ. അവന്തിക്ക് സംഭവിച്ചതൊക്കെ ഓർക്കുമ്പോ എനിക്കും വല്ലാണ്ട് സങ്കടം തോന്നുക. പാവം, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഇതെല്ലാം ചെയ്ത് എന്നിട്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ. നമ്മൾ വിചാരിക്കുന്നതല്ലല്ലോ ജീവിതത്തിൽ നടക്കുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഇപ്പോ പെട്ടെന്നെന്താ അമ്പലത്തിൽ വെച്ചിങ്ങനെ താലി പൂജിക്കണമെന്ന് ഗോകുലിന് തോന്നിയത്? അത് ആ അമ്പലത്തിൽ അങ്ങനെ ഒരു ചടങ്ങുണ്ടെന്നും അവന്തിക പറഞ്ഞപ്പോ. അതുകൊണ്ട് മാത്രാണോ? പറയൂ ഗോകുൽ. അല്ല, അങ്ങനെ ഒരു ഈശ്വരാധീനം കൂടി ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് തോന്നി. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഒരിക്കലും കൈവിട്ടു പോകരുതെന്ന് ആരായാലും ആഗ്രഹിക്കില്ലേ? ഈ വീടിൻ്റെ ഐശ്വര്യമായി, എൻ്റെ മോളുടെ അമ്മയായി താൻ എന്നും ഉണ്ടാവണം സമൃദ്ധ. എന്റെ മോളുടെ അമ്മയോ? അതെന്താ ഗോകുൽ അങ്ങനെ പറഞ്ഞ? ഗൗരിമോള് എന്റെയും കൂടി മോളല്ലേ? ഗോകുലിന് എന്താ പറ്റിയേ? ഈ പറയുന്നൊക്കെ കേട്ടാ ഞാൻ ആരോ ആണെന്ന് തോന്നുമല്ലോ. അല്ല, ഞാൻ അങ്ങനെയല്ല. അല്ലെങ്കിൽ തന്നെ ചിലപ്പോ ഞാൻ ആരോ ആണെന്ന് തോന്നും. ആ ആക്സിഡന്റിന് ശേഷം പഴയ ഓർമ്മകളൊക്കെ മാഞ്ഞുപോയ കൂട്ടത്തിൽ ഞാനും പാതി മാഞ്ഞു പോയതുപോലെ. ഗൗരിമോളും ഗോകുലും അമ്മയൊക്കെ തരുന്ന സ്നേഹം ഇന്നെന്റെ ലോകം. എങ്കിലും ഇടയ്ക്ക് എൻ്റെ ഉള്ളില് വല്ലാത്തൊരു ശൂന്യത തോന്നാറുണ്ട്. ഗോകുൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ആ ശൂന്യത വല്ലാതെ കൂടുന്ന പോലെ. എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ ഒരു വഴിയില്ലേ ഗോകുൽ? നഷ്ടപ്പെട്ട ഓർമ്മകള് എനിക്കിനി ഒരിക്കലും തിരിച്ചു കിട്ടില്ലേ? താനിങ്ങനെ സങ്കടപ്പെടല്ലേ, നമുക്ക് നോക്കാം. പഴയ സമൃദ്ധ എങ്ങനെയായിരുന്നു, എന്തായിരുന്നു, എല്ലാം എനിക്കറിയണം ഗോകുൽ. ഗോകുലിനോടല്ലാതെ വേറെ ആരോട് എനിക്കിതൊന്നും പറയാനില്ല. ഗോകുലിന് മാത്രമേ എന്നെ സഹായിക്കാൻ പറ്റൂ. സമൃദ്ധ ആരായിരുന്നു എന്ന് എനിക്കും അറിഞ്ഞേ തീരും. എല്ലാം അറിഞ്ഞുകൊണ്ട് ഈ ഗോകുലിനെ തന്നെ ഭർത്താവായി വേണമെന്ന് അവൾ തീരുമാനിക്കുന്ന ദിവസം, ആ പഴയ ഓർമ്മകളോട് തന്നെ അവൾക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ദിവസം, അന്ന് മാത്രമേ ഞാൻ അവളെ സ്വന്തമാക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ ഞാൻ കെട്ടുന്ന താലിക്ക് ഒരർത്ഥമുണ്ടാവൂ.